കായംകുളം എം.എൽ.എ. യു പ്രതിഭ ഇപ്പോൾ ഒരു സദാചാര പ്രസംഗം നടത്തിയിട്ടുണ്ട്. എന്താണ്, സിനിമാ താരങ്ങൾ ഉദ്ഘാടനങ്ങൾ വരുന്നു, മാന്യമായ വസ്ത്രധാരണം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ തുണി ഉടുക്കാതെ വരുന്നു എന്നൊക്കെ. ഇത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാരണമാണ്. അവർ കംഫർട്ട് ആയതുകൊണ്ടാണല്ലോ അവർ ആ വസ്ത്രധാരണത്തിൽ വരുന്നത്. അപ്പൊ അതിനെ വിമർശിക്കേണ്ട ആവശ്യം ഇവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം വെച്ച് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവരെന്ത് ഡ്രസ്സ് ചെയ്യണം എന്നുള്ളത്. എന്നിട്ട് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്, ഇവിടെ നമുക്ക് നമ്മുടെ രാജ്യത്ത് ഡ്രസ്സ് ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള അവകാശമുണ്ടെന്ന്. പിന്നെ ഇവരെന്തിനാണ് വിമർശിച്ചത്? അല്ല, അവർ ആ പ്രസംഗത്തിൽ തന്നെ പറയുന്നുണ്ട് സദാചാര പ്രസംഗമല്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് ഈ സദാചാരത്തെ കുറിച്ച് തന്നെ വാദവരാതെ സംസാരിക്കുന്നത്. ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം എന്തെന്ന് മനസ്സിലാക്കാതെയാണ് കഴിഞ്ഞ കുറെ നാളായിട്ട് പ്രവർത്തിക്കുന്നത് എന്നതാണ്. നമുക്കറിയാം, അടുത്ത ഇടെയാണ് നിയമസഭയിലല്ലേ ഇവരുടെ ആചാര്യന്മാരായ സഭയിലെ നിലവിലെ ആചാര്യന്മാരായ കുറെ നേതാക്കന്മാർ, ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള പിണറായി വിജയനും അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യന്മാരായിട്ടുള്ള ചിത്രഞ്ജനും ഒക്കെ എവിടെയാണോ പറഞ്ഞു നിർത്തിയത്, സഭയ്ക്കകത്ത് എവിടെയാണോ പറഞ്ഞു നിർത്തിയത്, അതിന്റെ തുടർച്ചയാണ്, അതിന്റെ ബാക്കിയാണ് യു പ്രതിഭ. ഇന്നലെ കായംകുളത്തൊരു സാംസ്കാരിക പരിപാടിയിലാണ് യു പ്രതിഭ അവർ ഈ സംസ്കാരത്തെ കുറിച്ചും ഒക്കെ തന്നെ പ്രസംഗിച്ചത്. അവർ പറയുന്നത് എന്താ പറയുക, തുണിയെടുക്കാത്ത സിനിമാ നടിമാരെയാണ് കൂടുതൽ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നത്. അവർ പറയുന്നത് ഈ നാടക പ്രവർത്തകരുണ്ടല്ലോ, നാടക നടന്മാര് നടിമാര്, അത്തരത്തിലുള്ള നാടക പ്രവർത്തകരെ അവഗണിക്കപ്പെടുന്നു. കൂടുതൽ ഇപ്പോൾ ഒരു പ്രോമിനൻസ് കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു ശ്രദ്ധ കിട്ടുന്നത് സിനിമാ താരങ്ങൾക്കാണ്. അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്, കഴിഞ്ഞ കുറെ കാലമായിട്ട് അങ്ങനെയാണ് നമ്മുടെ നാട്ടില്. അപ്പോൾ അതിനെ കുറിച്ച് അവർ പറഞ്ഞതാണ്. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഈ പറയുന്ന പോലെ ഇങ്ങനെ സിനിമാ താരങ്ങൾ, തുണിയെടുക്കാതെ വരുന്ന സിനിമാ താരങ്ങൾക്ക് വേണ്ടിയാണ് ആൾക്കാർ, അവരെ കാണാനായിട്ട് ആൾക്കാർ ഇടിച്ചു കയറുകയാണ്, എന്തൊരു മനോനിലയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്താണ് അവർ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് അറിയുന്നില്ല. ഈ തുണി ഉടുക്കുന്നതും ഉടുക്കാത്തതും ഒക്കെ പറയുന്നത് അവർ തന്നെ പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഈ CPM അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയം എന്നു തൊട്ടാണ് ഈ പറയുന്നത് പോലെ തുണിയുടെ അളവിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ശാരീരിക അളവിന്റെ അടിസ്ഥാനത്തിൽ, അദ്ദേഹത്തിന്റെ പോരായ്മകളുടെ അടിസ്ഥാനത്തിലൊക്കെ രാഷ്ട്രീയം പറയാൻ തുടങ്ങുന്നത്. അല്ലെങ്കിൽ അതാണ് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് ഇവർ എന്നു മുതലാണ് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിച്ചു തുടങ്ങുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാകാത്ത കാര്യം. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സഭയിൽ നടത്തിയ ഒരു പരാമർശമുണ്ടല്ലേ, അത് ഒക്കെ തന്നെ ശരീരത്തെ ഒക്കെ തന്നെ, ശരീരത്തിന്റെ ആകൃതിയെ അല്ലെങ്കിൽ അതിന്റെ പോരായ്മകളെ ഒക്കെ വെച്ചുകൊണ്ട് ബോഡി ഷേമിംഗ് നടത്തുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അതിന് പിന്നാലെ PP ചിത്തരഞ്ജൻ MLA അദ്ദേഹം സഭയിൽ പറയുന്ന ഭിന്നശേഷിക്കാരെ അപഹസിക്കുന്ന തരത്തിലൊരു പരാമർശം നടത്തുകയുണ്ടായി. അപ്പോൾ അവരിങ്ങനെ ഇത്ര മീറ്ററിൽ നീളവും വീതിയും ഉള്ളവരൊക്കെ തന്നെ സഭയിൽ വരണം, അല്ലെങ്കിൽ അവരൊക്കെ തന്നെ രാഷ്ട്രീയം നടത്തണം, അല്ലെങ്കിൽ എന്താ പറയുക, നല്ല രീതിയിൽ വസ്ത്രധാരണം നടത്തുന്നവര് അല്ലെങ്കിൽ നല്ല അച്ചടി ഭാഷയിൽ സംസാരിക്കുന്നവരൊക്കെ വേണം ഇങ്ങനെ ഈ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് എന്നൊക്കെ പറയുന്ന ഒരു രാഷ്ട്രീയം, അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നതല്ല. അവര് ഈ പറയുന്ന ഇടതുപക്ഷ രാഷ്ട്രീയം ഉണ്ടല്ലോ, അതിനോട് ചേർന്ന് നിൽക്കുന്നതല്ല. ഇപ്പോൾ ഈ പ്രതിഭയുടെ ഈ പ്രസ്താവന തന്നെയാണെങ്കിൽ അതിനെ എത്രത്തോളം ഈ ഇടതുപക്ഷ അനുകൂലികൾ അല്ലെങ്കിൽ ഈ സാംസ്കാരിക നായരൊക്കെ തന്നെ അതിനെ പിന്തുണയ്ക്കുമെന്ന് നമുക്ക് പുറമെ ഒരു പക്ഷേ അവർ പിന്തുണച്ചേക്കാം. കാരണം പ്രതിഭയെ തള്ളിപ്പറയാൻ പറ്റത്തില്ല, അവരുടെ CPM-ന്റെ നേതാവായി പോയി. അതുകൊണ്ട് ഇവർക്ക് അവരെ പിന്തുണയ്ക്കേണ്ട ഒരു ദുർഗതി വന്നേക്കാം. പക്ഷെ അവർ മനസ്സാല് യഥാർത്ഥ ഇടതുപക്ഷക്കാരൊന്നും തന്നെ ഇതിനെ അംഗീകരിക്കാൻ സാധ്യതയില്ല. കാരണം ഇതൊക്കെ എന്ന് പറയുന്നത് വളരെ മിനിമലായിട്ടുള്ള വിഷയങ്ങളാണ് അല്ലെ. ഒരു വ്യക്തി എന്താ പറയുക, വസ്ത്രം ധരിക്കുന്നു, ഏത് അളവിൽ വസ്ത്രം ധരിക്കുന്നു എന്നുള്ളതൊക്കെ തന്നെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതിനകത്ത് മറ്റൊരാൾക്ക് ഇടപെടേണ്ട കാര്യമേ ഇല്ല. പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന് അത്തരത്തിൽ രാഷ്ട്രീയം നോക്കേണ്ട കാര്യമല്ല, ഒരു രാഷ്ട്രീയമാണ് പറയേണ്ടത്. അതിന് മറ്റൊരാളുടെ വസ്ത്രത്തിന്റെ അളവ് അല്ലെങ്കിൽ വസ്ത്രത്തിന്റെ നീളം, വീതി എത്രത്തോളം, അതിന്റെ നീളം കുറഞ്ഞിരിക്കുന്നു, ശരീരത്തിന്റെ ഘടന, അതൊക്കെ പറയുക എന്ന് പറഞ്ഞാല് ഇടതുപക്ഷ രാഷ്ട്രീയം നിലവിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു അപജയത്തിന്റെ ബാക്കി പത്രമാണ്. അത് മാത്രമല്ല, ഈ പ്രതിഭ ഇന്നലെ മറ്റൊരു ടെലിവിഷൻ ഷോയെ കുറിച്ച് വലിയ രീതിയിൽ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് മോഹൻലാല് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ആങ്കറായിട്ട് വരുന്ന പറയുന്ന ബിഗ് ബോസ് എന്നൊരു പരിപാടിയാണ്. പേര് പരാമർശിക്കുന്നില്ല. പക്ഷെ പേര് പരാമർശിക്കാതെ തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞ പോലെ തന്നെയാണ് അതിന്റെയും കാര്യം. ഞാൻ ആരെയും പേരെടുത്ത് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കാവുന്നെങ്കിൽ പോലും, പേര് പറഞ്ഞില്ലെങ്കിലും വളരെ എന്താ പറയുക, ആ നടനെ കുറിച്ച് വിശേഷണം കൊടുക്കുന്നുണ്ട് ഈ പ്രതിഭ. അത്തരത്തിൽ വലിയൊരു മഹാനടനാണ് ആ പരിപാടി അവതരിപ്പിക്കുന്നതൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഏത് പരിപാടിയാണെന്ന് ഊഹിക്കാൻ കഴിയും. അത് ബിഗ് ബോസ് തന്നെയാണ്. അത് മോഹൻലാല് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിനെതിരെയും പറയുന്നത് പോലെ ഒളിഞ്ഞോട്ട പരിപാടിയാണ്, മറ്റേതാണെന്നൊക്കെ പറയുന്നത്. അങ്ങനെ അതൊക്കെ എന്ന് പറയുന്ന ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ഒക്കെയാണ്. അതിനെയൊക്കെ എന്തിനാണ് ഇങ്ങനെ ഈ രീതിയിലൊക്കെ ഇടതുപക്ഷ MLA വിമർശിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അവർക്ക് മറ്റു രാഷ്ട്രീയം പറയാവുന്നതേ ഉള്ളൂ. അവർക്ക് ഈ പറയുന്ന നാടക പ്രവർത്തകരുടെ
പ്രശ്നങ്ങൾ, അത് ബുദ്ധിമുട്ടുകൾ അവതരിപ്പിക്കാവുന്നതേ ഉള്ളൂ. അതിനെ മറ്റേ പറയുന്ന സിനിമാ താരങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രോമിനൻസ്, അവർക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത, അതിനെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടിയിട്ട് അവരെല്ലാവരും പരാമർശങ്ങൾ നടത്തേണ്ട ആവശ്യമില്ലല്ലോ. തുണി കൊടുക്കാൻ നടക്കുകയാണെന്നൊക്കെയുള്ള പരാമർശങ്ങൾ നടത്തേണ്ട യാതൊരു, അങ്ങനെ തുണി കൊടുക്കാൻ നടക്കുന്നവരൊന്നും അല്ല നമ്മുടെ മലയാളത്തിലെ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകരൊന്നും തന്നെ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ അവരവരുടെ വ്യക്തിപരമായ കാര്യമാണ്. ഈ നാടക പ്രവർത്തകരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ നാടക പ്രവർത്തകരെ തള്ളി പറഞ്ഞുകൊണ്ട് സിനിമാ താരങ്ങളെ പറയുന്ന അവർക്കാണ് കൂടുതൽ ഇത് കിട്ടുന്നത്, സ്വീകാര്യത കിട്ടുന്നത് എന്നൊക്കെ തരത്തിൽ അദ്ദേഹം തന്നെ നേരത്തെ പരാമർശമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നാടക പ്രവർത്തകരുടെ ഒരു ഉന്നമനമാണ് യു പ്രതിഭ ആഗ്രഹിച്ചതെങ്കിൽ അതിന് വേറെ വഴികളുണ്ടായിരുന്നു. അതിന് ഇത്തരത്തിലുള്ള അരാഷ്ട്രീയമായിട്ടുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് സംസാരിക്കുകയാണ്. അത് ഇവർക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ, പദപ്രയോഗങ്ങൾ അവരിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഈ പറയുന്ന എന്താ പറയുക തീവ്ര വലതുപക്ഷ ആൾക്കാരൊക്കെ തന്നെയാണ് ഇത്തരത്തിലല്ലേ ഇങ്ങനെ ആൾക്കുള്ള പദപ്രയോഗങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടത്. ഇപ്പോൾ ഈ ഇടതുപക്ഷം അവർക്ക് യാതൊരു കൂസലുമില്ല, തുടർച്ചയായിട്ട് അവർ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോവുകയാണ്. ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശത്തിൽ ഇന്ന് അദ്ദേഹം ഒരു വിശദീകരണം കൊടുക്കുന്നുണ്ട്. നല്ല വിശദീകരണമാണ് അദ്ദേഹം ഡൽഹിയിൽ വെച്ച് കൊടുക്കുന്നത്. അദ്ദേഹം അബദ്ധവശാല് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ഈ പത്രസമ്മേളനത്തിലായിട്ട് വന്നതാണ്. അവിടുത്തെ പ്രധാനമന്ത്രിയൊക്കെ കണ്ടതിന് ശേഷം വാർത്താസമ്മേളനം വിളിച്ച അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ചോദ്യം ഉയർന്നു വന്നപ്പോൾ അദ്ദേഹം പറയുന്നത് അതൊരു നാടൻ പ്രയോഗമാണ്, അങ്ങനെ പ്രയോഗിച്ചതാണ്, അത് 8:45 ടീ കൂട്ടി വെച്ചെന്ന് പറയുന്നത് അത് വളരെ ബലമില്ല. അദ്ദേഹം പുതിയ അതിന് ന്യായീകരണം വ്യാഖ്യാനം കൊടുക്കുകയാണ്. അത് ആരോ എഴുതി കൊടുത്ത വ്യാഖ്യാനമാണത്. അതിന് ബലമില്ലാത്ത ആൾക്കാരെ കുറിച്ച് പറയുന്നതാണ്. അങ്ങനെ ഒരു കാര്യമാണ്. കാരണം അവിടെ എന്താണ് തീരെ ശാരീരികമായിട്ട് ബലമില്ലാത്ത ഒരാൾ അവിടെ ചെന്ന് വനിതാ വാച്ചാൻ വാർഡുമായിട്ട് മൽപ്പിടുത്തത്തിന് പോയി. അതാണ് താൻ ഉദ്ദേശിച്ചത്. അദ്ദേഹത്തെ കുറിച്ചാണ് ചിലർ എന്നെ ഇന്നലെ തന്നെ വിളിച്ചു ചോദിച്ചു, നജീബ് കാന്തപുരത്തെ കുറിച്ചാണ്. അദ്ദേഹത്തിനെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്നത്. നജീബ് കാന്തപുരം നല്ല ആരോഗ്യമുള്ള ആളല്ലേ, അദ്ദേഹത്തിന് ഞാൻ അങ്ങനെ പറയത്തില്ല. അത് ആരോഗ്യമില്ലാത്ത ഒരാൾ, ആരോഗ്യമില്ലാത്ത ഒരാളുണ്ടെങ്കിൽ അവരെ പറയേണ്ട കാര്യം എന്താ? ഈ പറയുന്ന പോലെ ആരോഗ്യമുള്ളവർക്ക് മാത്രം പങ്കെടുക്കാൻ പറ്റുന്നതാണ് നിയമസഭ എന്ന് പറയുന്നത്. അവിടെ ഗുസ്തിയൊന്നുമല്ലല്ലോ പിടിക്കുന്നത്. 2015 ശിവൻകുട്ടിയും മറ്റും കാണിച്ച പോലത്തെ പരിപാടിയല്ലല്ലോ എന്നും നടക്കുന്നത്. അത് അവർക്ക് മാത്രം ഇടയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് ശിവൻകുട്ടി ഇപ്പം മുസ്ലിമാൻ അല്ലെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റും തെളിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ നിയമസഭയ്ക്കകത്ത് വരുന്നത് ജനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നാടിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിയമസഭയിൽ വരുന്നത്. അതിനകത്ത് നമുക്ക് ഈ പറയുന്നത് പോലെ എന്താണ് ശാരീരികമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നുമല്ല. നമുക്കറിയാമല്ലോ, സൈമൺ ബ്രിട്ടോ പോലും അവിടെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിട്ട് വന്ന സഭയിൽ ഇരുന്ന ആളാണ് അല്ലെ. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികളൊക്കെ തന്നെ സഭയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നുമല്ല ഈ പറയുന്ന ശാരീരികമായിട്ടുള്ള അവസ്ഥകളൊന്നും വെച്ചുകൊണ്ടല്ല ഒരു നിയമസഭയിൽ അംഗമാവുകയോ ഒക്കെ ചെയ്യുന്നത്. ആ മുഖ്യമന്ത്രി ഇനി പറഞ്ഞിരിക്കുന്ന ന്യായീകരണം അത് അങ്ങേയറ്റത്തെ എന്താ പറയുക പരിഹാസ്യമായ കേരള രാഷ്ട്രീയത്തിലെ ഒരു അപഹാസ്യമായ ഒരു അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. തെറ്റുപറ്റി എന്നുള്ളത് അദ്ദേഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു മാനസികാവസ്ഥ അദ്ദേഹത്തിനില്ല, അത് അംഗീകരിക്കാൻ പറ്റുന്നത്. ആദ്യം അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വരികയാണ്. അപ്പോൾ മാധ്യമങ്ങൾ വീണ്ടും ഇടയ്ക്ക് സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ വരുമല്ലോ അദ്ദേഹത്തെ വരുന്ന വിവരക്കേട് പറയുമ്പോൾ. അത് ചോദ്യങ്ങൾ വീണ്ടും വന്നപ്പോൾ അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളുടെ കയർക്കുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട്. പെട്ടെന്ന് അന്യൻ സിനിമയിലെ ഭാവമാറ്റം പോലെ ചിരിച്ചുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് മുഖം കറുത്തുകൊണ്ട് അദ്ദേഹം ദേഷ്യപ്പെടുന്നതൊക്കെ ചെയ്യുന്നപ്പോൾ അതാണ് ഇവരുടെ ഒരു രീതി. തെറ്റ് അവർക്ക് ഏറ്റുപറയാൻ കഴിയുന്നില്ല, തെറ്റ് പറ്റിയെന്നവർക്ക് സമ്മതിക്കാൻ പറ്റുന്നില്ല. പിന്നെ വീണ്ടും ഇവർ പറയുന്ന പോലെ ഒരു അബദ്ധം പറ്റിയാൽ മുഖ്യമന്ത്രിക്ക് തലേന്ന് പറ്റി, അന്ന് തന്നെ കടകംപള്ളി സുരേന്ദ്രനെ പറ്റി, അടുത്ത ദിവസം പി ചിത്രരഞ്ജൻ, ഇതൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. ഇത് വിവാദമാണ്, ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം, നോക്കിക്കൊണ്ടിരിക്കണം. എന്നാൽ രസം ഞാനിവിടെ കയറാമെന്ന് പറഞ്ഞുകൊണ്ട് പി ചിത്രരഞ്ജൻ ഒരു പ്രസ്താവന നടത്തുന്നു. ഇതെല്ലാം കഴിയുമ്പോൾ ഇന്നലെ സഭയെല്ലാം നിർത്തി ആ സഭയെല്ലാം പിരിഞ്ഞടിക്കുന്നു. അത് കഴിഞ്ഞ് സഭയ്ക്ക് പുറത്ത് ഞാൻ നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പ്രതിഭ MLA ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ എന്താ പറയുക ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ചേർന്നതല്ല. അവരിത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്തിയത് അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള കാര്യമാണ്. വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകർ, ഇപ്പം UDFന്റെ കോൺഗ്രസിന്റെ ഒരു വനിതാ MLA ആണ് ഇത്തരത്തിൽ നടത്തിയതെങ്കിൽ നമുക്ക് എത്രത്തോളം ഈ സാംസ്കാരിക പ്രവർത്തകര് കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാംസ്കാരിക ബോധം ഔന്നത്യം പ്രകടിപ്പിക്കുന്നവർ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ നല്ലൊരു സുവർണ അവസരമായിരുന്നു. പക്ഷേ ഇത് ഇടതുപക്ഷത്തെ ഒരു പ്രത്യേകിച്ച് CPMന്റെ ഒരു MLA ആയതുകൊണ്ട് അവരെല്ലാവരും പഞ്ചപുച്ഛമടക്കി ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.